വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെയും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഭാഗത്തു നിന്നുള്ള കോവിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. The coefficient of variation is a statistical measurement that compares the standard deviation of data set to its mean. It also known as the relative standard deviation. It is used to compare the relative variability of different data sets. അപ്പോൾ എന്താണ് ഈ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ് കമ്പയർ ചെയ്തിട്ട് അതിലത്തെ റിലേറ്റീവ് വേരിയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നതാണ് എന്ത് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. അവിടെ എന്താണ്, രണ്ട് ഡാറ്റ സെറ്റിൻ്റെ റിലേറ്റീവ് വേരിയബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇനി അതുകൊണ്ട് എവിടെയൊക്കെയാണ് ഉപയോഗം എന്ന് നോക്കാം. വെൻ CV ഈസ് യൂസ്ഫുൾ മീൻസ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് യൂസ്ഫുൾ എന്നുള്ളത് നോക്കാം. ദ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ ഫീൽഡ്സ് ലൈക്ക് എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്. എക്കണോമിക്സും ഫിനാൻസും മേഖലയിലാണ് എന്ത് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് മേക്ക് എ ഇൻഫോംഡ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് വോളറ്റാലിറ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസസിൽ അവർക്ക് എന്താണ് അവരുടെ ഡിസിഷൻസ്, അതായത് അവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ഉള്ളതിലാണോ അതോ റിസ്ക് ഫ്രീ ആയിട്ടുള്ളതിലാണോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ എന്താണ് ഈ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൊണ്ട് സാധിക്കും. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് അവർ അത് മെഷർ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഏതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ഏത് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെക്ടർ ഏതാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉള്ള ഡിസിഷൻ എടുക്കാൻ എന്താണ് ഈ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൊണ്ട് സാധിക്കും. ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസസ് സം ഇൻകം ഇൻഈക്വാലിറ്റി അക്രോസ് നാഷൻ ഓർ റീജിയൻസ് വിത്ത് ഡിഫറെൻറ്റ് ആവറേജ് ഇൻകം. അതുപോലെ തന്നെ ഇൻകം ഇൻഈക്വാലിറ്റി അസസ് ചെയ്യാനും എന്തുകൊണ്ട് ഈ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൊണ്ട് സാധിക്കും. അത് റീജിയണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അവരുടെ ഡിഫറെൻറ്റ് ആവറേജ് ഇൻകം ഒക്കെ വെച്ചിട്ട് എന്താണ് എത്രത്തോളം ഇൻകം ഇൻഈക്വാലിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ എന്താണ് ഈ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൊണ്ട് സാധിക്കും. ഇനി കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നോക്കാം. ഇത് പതിവായിട്ട് സെറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്, കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് നോക്കാം. കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുലയാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഇതെന്തായാലും ഓർത്ത് വെക്കുക, മിക്കപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ഫോർമുലയാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഇനി ഈ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ സ്റ്റേബിൾ ആണോ എന്നുള്ളതൊക്കെ കണ്ടെത്താം. അതായത് നമുക്ക് ഒരു ഡാറ്റ തരും, അതിൽ എന്താ പറയുക രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും തരും. എന്നിട്ട് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടിട്ട് അതിൽ ഏത് ഗ്രൂപ്പാണ് കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് മോർ സ്റ്റേബിൾ, ഏത് ഗ്രൂപ്പാണ് ഇൻകൺസിസ്റ്റൻ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അത് പ്രകാരം നമുക്ക് ആൻസർ കിട്ടുമ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ആൻസർ കിട്ടുമ്പോൾ അതിൽ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞിരിക്കുന്നതായിരിക്കും എപ്പോൾ എന്ത് മോർ കൺസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും കുറവ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടുന്നതാണ് എന്ത് മോർ കൺസിസ്റ്റൻ്റ് ഓർ മോർ സ്റ്റേബിളും. ഏറ്റവും കൂടുതലുള്ളതോ ഇൻകൺസിസ്റ്റൻ്റ് ഓർ ലെസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ 2 batches ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ആർ ഗിവൺ. വിച്ച് ബാച്ച് ഈസ് മോർ കൺസിസ്റ്റൻ്റ് ഇൻ സ്കോർസ്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് 2 ബാച്ച് തന്നിട്ടുണ്ട്, അവരുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അതിൽ ഏത് ബാച്ചാണ് മോർ കൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാം, എങ്ങനെയാണ് സോൾവ് ചെയ്യുക. എന്താണ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ എ ബാച്ചിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് 20ഉം അവരുടെ മീന് 40ഉം. അപ്പോൾ 20/40 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്രയാണ് 50 ആണ് അവരുടെ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി ബാച്ച് ബി ഡി എടുത്തു കഴിഞ്ഞാലോ അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് 30ഉം അവരുടെ മീൻ 65 ആണ്. അപ്പോൾ 30/65 ഇൻറ്റു 100 ചെയ്തപ്പോൾ എത്രയാണ് 46.15 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഏത് ഗ്രൂപ്പാണ് ഇതിൽ മോർ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ എന്ന് പറയുക? കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് അല്ലേ. ഇവിടെ ഏത് ബാച്ചിനാണ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഏറ്റവും കുറവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബാച്ച് ബിക്കാണ് അല്ലേ. അവിടെ എത്രയാണ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടിയിട്ടുള്ളത് 46.15
15 ആണ് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റൊക്കെ മെയിനായിട്ട് ആലോചിക്കുക, ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുക. അതിൻ്റെ ബേസിസിൽ ഏതാണ് മോർ കൺസിസ്റ്റൻ്റ്, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, ലെസ് കോഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടുന്ന ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക. ഇനി നമുക്ക് കോഷ്യൻ്റ് ഓഫ് വേരിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് PYQ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, സെറ്റിന് പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കോഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഫോർമുല ഓപ്ഷൻ എ വേരിയൻസ് ഡിവൈഡഡ് ബൈ മീൻ, ഓപ്ഷൻ ബി മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100, ഓപ്ഷൻ ഡി മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ ഏത് ആൻസർ വരുന്നത്? ഇത്രയും ക്ലാസ് കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഓപ്ഷൻ സി ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കഴിഞ്ഞ ടേം, അതായത് 2022 നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 8 ആൻഡ് 0.25 ദ കോവിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വിൽ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, ഇവിടെ മീൻ തന്നിട്ടുണ്ട്, വേരിയൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയൻസിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ മീൻ എത്രയാണ്? 8 ആണ്. വേരിയൻസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 0.25. അതിൻ്റെ സ്ക്വയർ എടുത്താൽ എത്ര കിട്ടും? 6.25 കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോവിഷ്യൻ്റ് ഓഫ് വേരിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് പ്രോബ്ലമാണ് ഇവിടെ നമ്മളിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്താണ് കോവിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് 2 ഡാറ്റ സെറ്റ് കമ്പയർ ചെയ്തിട്ട് വേരിയബിലിറ്റി മെഷർ ചെയ്യണത്. അതുപോലെ തന്നെ എക്കണോമിക്സും ഫിനാൻസ് ഫീൽഡിലും അത് യൂസ്ഫുള്ളാണ്. ഇൻകം ഇൻഇക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫോർമുല അല്ലേ, എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. എപ്പോഴും കോവിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവായിരിക്കും എന്ത്, മോർ കൺസിസ്റ്റൻ്റ് ഓർ മോർ സ്റ്റേബിൾ എന്ന് ആലോചിക്കുക. ഈ പോയിൻ്റൊക്കെ ആലോചിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്